2023 പുറത്തിറങ്ങിയ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിന്റെ സീസൺ 1 5ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണിത്. ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള കഥയാണ്. ജോയൽ ഇപ്പോ പെട്ടുപോയ ടൗണിലെ അവിടെയുള്ള കഥ. അവിടെ ഫെഡ്ര പട്ടാളം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ജനങ്ങൾക്ക് ഫെഡ്രയെ ആക്രമിക്കാനുള്ള ചാൻസ് കിട്ടുന്നു. അതോടെ ഫെഡ്രയിലെ എല്ലാവരും കൊന്നൊടുക്കുകയും കാത്തറിന്റെ ആവശ്യപ്രകാരം സിറ്റി അവർ കൈയടക്കുകയും ചെയ്യുന്നു. അതോടെ ബാക്കിയുള്ള ഫെഡ്ര പട്ടാളത്തെ കൂടെ കണ്ടുപിടിക്കാൻ അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ഇതൊക്കെ ഒളിച്ചു നിന്ന് ഹെൻറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഹെൻറിയാണ് ഇത്. അവനൊരു അനിയനുണ്ട്, സാം. അവന് സംസാരിക്കാൻ കഴിവില്ല. അതുകൊണ്ട് ഹെൻറി അവനോട് ഭാഷയിലാണ് സംസാരിക്കുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ ഇതൊക്കെ കടന്നുപോകും, നമ്മൾ ഒപ്പം നിന്നാൽ എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞ് അവർ ഒളിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ശേഷം കാണിക്കുന്നത് കാത്തറിനെയാണ്. അവൾ പിടിച്ചുവെച്ച ഫെഡ്രകളുടെ അടുത്തേക്ക് വരികയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇവറ്റകളെ എനിക്ക് ആദ്യം പേടിയായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഇവർ നമ്മളെ കീഴിലും എന്നൊക്കെ പറഞ്ഞ് ഹെൻറി എവിടെയെന്ന് ചോദിക്കുകയും ഇതിനിടെ അവരാരും മിണ്ടാത്തത് കൊണ്ട് എല്ലാവരും കൊല്ലാൻ പറയുമ്പോൾ അതിലെ ഒരുത്തൻ ഹെൻറി എവിടെ ഉണ്ടെന്ന് ഡോക്ടറിന് അറിയാമെന്ന് പറയുകയും ഡോക്ടർ ഇതിനു മുന്നേ ഹെൻറിയെ കണ്ടുമുട്ടിയായിരുന്നു എന്നൊക്കെ അവൻ പറയുകയും അവൻ ഈ സിറ്റിയിൽ തന്നെ എവിടെയോ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന് അവൻ പറയുമ്പോൾ നീ ഒരു കള്ളനാണ് എന്ന് പറഞ്ഞ് കാത്തറിൻ പുറത്തേക്ക് പോവുകയും ഇപ്പൊ തന്നെ ഹെൻറിയെ തപ്പി ഇറങ്ങണം, എന്നിട്ട് അവനെ എന്റെ മുന്നിൽ കൊണ്ടിടണം എന്ന് പറയുമ്പോൾ മാഡം അതൊക്കെ ചെയ്യാം, പക്ഷെ ഇവരെന്താണ് ചെയ്യേണ്ടതെന്ന് കൂടെയുള്ളവൻ ചോദിക്കുമ്പോൾ അവരെല്ലാം കൊന്ന് കത്തിച്ചേക്ക് എന്ന് പറയുകയും കാത്തറിൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ഹെൻറിയാണ്. ഹെൻറി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മുകളിലേക്ക് കയറുകയും ഇതിനിടെ എന്തോ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ അത് ഡോക്ടറാണ്. ഈ ഡോക്ടറെയാണ് കാത്തറിൻ കൊന്നു കളഞ്ഞത്. ഡോക്ടർ അവരെ തേടി വന്നത് അവർക്ക് ഫുഡ് കൊടുക്കാനാണ്. ശേഷം അവർക്ക് ഫുഡ് കൊടുക്കുകയും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുകയും ഇത് 10 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ട്, അത് തീരും മുന്നേ ഞാൻ അടുത്ത ഫുഡുമായി വരുമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. ശേഷം ഹെൻറി ആംഗ്യ ഭാഷയിൽ സാമിനോട് സംസാരിക്കാൻ തുടങ്ങുകയും നമ്മൾ ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെയായിരിക്കും, നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, പിന്നെ നമ്മൾ ഇവിടെ സേഫുമായിരിക്കും എന്ന് ഹെൻറി പറയുകയും ശേഷം അവന് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുകയും അതോടെ അവൻ സന്തോഷത്തോടെ കളർ അടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് 10 ദിവസം കഴിഞ്ഞാണ്. ഇപ്പോ ഫുഡൊക്കെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ സാമിന് വിശന്നിട്ട് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി ഫുഡ് തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കാമെന്ന് ഹെൻറി പറയുമ്പോൾ സാമിന്റെ വിശപ്പ് കണ്ട് ഹെൻറി അത് കഴിച്ചോളാൻ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസമായതും അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല എന്ന് ഹെൻറി പറയുകയും നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു ബിൽഡിംഗിലേക്ക് ഇന്ന് പോകുമെന്ന് പറയുമ്പോൾ ഡോക്ടറെ അവർ കൊന്നു കാണുമോ എന്ന് സാം ചോദിക്കുകയും അതോടെ കൊന്നിട്ടുണ്ടാവുമെന്ന് ഹെൻറി പറയുകയും ചെയ്യുന്നു. അതോടെ അത് കേട്ടതും സാം സങ്കടപ്പെടുന്നു. ശേഷം അവർ പോവാൻ റെഡിയാവുകയും താഴേക്കിറങ്ങി വാതിലിന്റെ അടുത്തെത്തുമ്പോൾ ജോയൽ അന്ന് വണ്ടി ഇടിച്ചു കയറ്റിയതും വെടിവെപ്പും ഒക്കെ ഹെൻറി കേൾക്കുകയും ഇതിനിടെ അവിടെയുള്ള ഗ്ലാസിലൂടെ ഹെൻറി ജോയലിനെ കാണുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ജോയൽ കയറിയ ബിൽഡിംഗിലേക്ക് ഹെൻറി എത്തുകയും ഇതിനിടെ ഗ്ലാസ് പൊടിച്ചിട്ടത് കണ്ട് ഹെൻറി അതിലൊന്നും ചവിട്ടാതെ ഉള്ളിലേക്ക് പോവുകയും അവർക്ക് നേരെ ഗണ്ണ് പിടിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. ജോയൽ എണീച്ചതും ഞങ്ങളൊന്നും ചെയ്യില്ല, പേടിക്കണ്ട എന്നൊക്കെ ഹെൻറി പറയുമ്പോൾ ആടാ ഗണ്ണ് താഴ്ത്ത് എന്ന് ജോയൽ പറയുകയും ഇതിനിടെ ഞാൻ ഗണ്ണ് താഴ്ത്തിയാൽ നിങ്ങളൊന്നും ചെയ്യില്ലല്ലോ എന്ന് ഹെൻറി വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യില്ല എന്ന് ജോയൽ പറയുകയും അതോടെ ഇയാൾ പറയുമ്പോൾ തന്നെ പേടിയാവുന്നു എന്നൊക്കെ ഹെൻറി പറയുമ്പോൾ ഇയാളുടെ സൗണ്ട് എങ്ങനെയാണെന്ന് എല്ലി പറയുകയും ഇതിനിടെ നിങ്ങളൊക്കെ ആരാണെന്ന് ജോയൽ ചോദിക്കുമ്പോൾ എന്റെ പേര് ഹെൻറി, ഈ സിറ്റിയിലെ എല്ലാവരും തേടുന്ന ഒരുത്തനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവർ ഗണ്ണ് താഴ്ത്തുകയും അതോടെ അവർ സംസാരിക്കുകയും ഇതിനിടെ ജോയൽ അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം അവർ പരസ്പരം പേരൊക്കെ ചോദിക്കുകയും ഇതിനിടെ നിങ്ങളും ഈ സിറ്റിയിൽ നിന്ന് പുറത്തു കിടക്കാൻ നോക്കുകയായിരിക്കും എന്നൊക്കെ ഹെൻറി പറയുകയും എനിക്ക് പുറത്തു കിടക്കാനുള്ള വഴി അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു. ശേഷം പിറ്റേന്ന് രാവിലെ ആയതും അവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയും ഇവിടെയുള്ള ഫെഡ്ര പട്ടാളം എന്തായിപ്പോയി എന്നൊക്കെ ജോയൽ ചോദിക്കുമ്പോൾ ഫെഡ്രയെ ജനങ്ങൾ കീഴ്പ്പെടുത്തി കൊന്നുകളഞ്ഞതാണെന്ന് ഹെൻറി പറയുകയും അതോടെ നീ ഇവിടുത്തെ ഫെഡ്രയാണോ എന്ന് ജോയൽ ചോദിക്കുമ്പോൾ ഞാൻ ഫെഡ്രയിൽപ്പെട്ട ആളൊന്നുമല്ല, പക്ഷേ ഞാൻ ഫെഡ്രയോടൊപ്പം നിന്ന് ഫെഡ്രയുടെ നിയമം അനുസരിക്കാത്തവരെ ഒറ്റിക്കൊടുക്കലാണ് എന്റെ പണി എന്ന് ഹെൻറി പറയുമ്പോൾ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൂടെ ഞാനില്ല എന്ന് ജോയൽ പറയുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും കൂടെ നിൽക്കണമെന്ന് ഹെൻറി പറയുകയും എനിക്ക് മാത്രമേ ഇവിടെ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി അറിയത്തുള്ളൂ എന്ന് പറയുകയും നമുക്ക് ഒരുമിച്ച് പുറത്തു കിടക്കാമെന്ന് ഹെൻറി പറയുമ്പോൾ നീ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ജോയൽ ചോദിക്കുകയും അതോടെ നിങ്ങൾ വണ്ടി ഇടിച്ചു കയറ്റി അവിടെ നിന്ന് വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടായിരുന്നു, നമ്മൾ പുറത്തു കിടക്കാൻ പോകുന്ന വഴി കുറച്ച് ഡേഞ്ചറാണ്, അതുകൊണ്ട് നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ജീവനോടെ പുറത്തേക്ക് എത്താൻ പറ്റും, എനിക്കങ്ങനെ ഒരുത്തനെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് ഹെൻറി പറയുമ്പോൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാൻ വേണ്ടി ജോയൽ അതിന് സമ്മതിക്കുന്നു. എന്നാൽ ഇതിനിടെയാണെങ്കിൽ എല്ലി സാമുമായി നല്ല കമ്പനി ആയിരിക്കുകയാണ്. ശേഷം അവർ പുറത്തേക്ക് കടക്കാനുള്ള പ്ലാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റിയുടെ 4 ഭാഗത്തും ഹൈവേ ആണ്, അതിലൂടെ നമ്മൾ കടക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായും കാത്തറിന്റെ ആൾക്കാർ നമ്മളെ പിടിക്കും എന്ന് ഹെൻറി പറയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ പോകുമെന്ന് ജോയൽ ചോദിക്കുകയും അതോടെ നമ്മൾ ടണൽ വഴിയാണ് പോകുന്നത്. ഈ സിറ്റിയുടെ അടിയിലൊക്കെ പണി തീരാത്ത ടണൽസ് ഉണ്ട്, അതൊക്കെ ഓരോ ബിൽഡിംഗിന്റെയും അടിയിലൂടെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഈ ബിൽഡിംഗിൽ നിന്നും നമ്മൾ ടണലിലേക്ക് കടന്നാൽ ഈ സിറ്റിയുടെ നോർത്തിൽ നമുക്ക് എത്താൻ
കടക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു പുഴയുണ്ടാവും, അതുകൂടെ നമ്മൾ കടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഹെൻറി പറയുകയും അതോടെ ഇത് കേട്ട് നല്ല പ്ലാനാണെന്ന് ജോയൽ പറയുകയും ഇത് നീ ഒറ്റക്കങ്ങ് ചെയ്താൽ പോരെ, നീ എന്തിനാണ് എന്നെയും ഒപ്പം കൂട്ടിയതെന്ന് ജോയൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ സിറ്റിയിലെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചില്ല എന്ന് ഹെൻറി ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്ന് എല്ലി പറയുകയും ഇവിടെ സോംബീസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ കാര്യമെന്ന് ഹെൻറി പറയുകയും 15 വർഷം മുന്നേ ഫെഡ്ര അവരെ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റി എന്ന് ഹെൻറി പറയുകയും ഇതിനിടെ ജോയൽ അപ്പൊ നമ്മൾ ടണലിലൂടെ പോയാൽ പെട്ടുപോകുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സോംബീസ് ഉണ്ടെന്നാണ് കാത്തറിൻ ഉൾപ്പെടെ കരുതുന്നത്. പക്ഷെ അവിടെ ശരിക്കും സോംബീസ് ഇല്ല. എന്റെ കൂടെ ജോലി ചെയ്ത ഫെഡ്രയിലെ ഒരുത്തൻ അതിലൂടെ പോകുമായിരുന്നു. അവൻ പറഞ്ഞത് ഇടക്ക് വെച്ച് 1-2 ആൾക്കാരെ മാത്രമേ കാണാറുള്ളൂ എന്നാണ്. അതോടെ അതെപ്പോഴാണെന്ന് എല്ലി ചോദിക്കുമ്പോൾ 3 വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന് ഹെൻറി പറയുകയും അതോടെ മനസ്സില്ലാ മനസ്സോടെ ജോയൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ സാം അവരെന്താ പറയുന്നതെന്ന് ചോദിക്കുകയും അതോടെ അവർ നമ്മളെ പുറത്തു കിടക്കാൻ സഹായിക്കുമെന്നും ഹെൻറി പറഞ്ഞു കൊടുക്കുന്നു. ഹെൻറിയുടെ സഹോദരൻ സാമിന് സംസാരിക്കാനോ ചെവി കേൾക്കാനോ പറ്റില്ല, അതുകൊണ്ടാണ് അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ശേഷം അവർ പോവാൻ ഇറങ്ങുകയും ഇതിനിടെ ഒരു ബിൽഡിങ്ങിലൂടെയൊക്കെ ഓടി അവർ ടണലിലേക്ക് ഇറങ്ങുകയും ശേഷം ഗണ്ണൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിനിടെ അവിടെ ഒന്നും കാണാത്തതോടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ സോംബീസ് ഒന്നും ഇല്ല എന്ന് ഹെൻറി പറയുമ്പോൾ ശബ്ദമുണ്ടാക്കല്ലേ എന്ന് ജോയൽ പറയുകയും അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണെങ്കിൽ അവർ ചെറിയൊരു ടണലിലേക്കും കയറുന്നുണ്ട്. ശേഷം അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ അവിടെ പിള്ളേര് വരച്ച ചിത്രമൊക്കെ കാണുകയും ശേഷം അവർ ഡോറ് തുറന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഫംഗസ് വന്നപ്പോൾ ഇവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ഇതിനിടെ അവിടെ നിന്ന് സാമിനും എല്ലിക്കും കോമിക് ബുക്സ് ഒക്കെ കിട്ടുമ്പോൾ സന്തോഷമാവുകയും ഇതിനിടെ അവർ ഓരോന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോയലും ഹെൻറിയും അവിടെ ഇരുന്ന് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ നീ ഫെഡ്രയോടൊപ്പം നിന്ന് ജനങ്ങളെ ഒറ്റിക്കൊടുത്തത് ഇവനെ നോക്കാനാണോ എന്നൊക്കെ ജോയൽ പറയുമ്പോൾ അതേ എന്ന് ഹെൻറി പറയുകയും ഞാൻ നിങ്ങളോട് മുൻപേ ഒരു കള്ളം പറഞ്ഞായിരുന്നു, എനിക്ക് ഒരാളെ കൊല്ലാൻ പറ്റില്ല എന്ന്. പക്ഷേ ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, അതും ഏറ്റവും നല്ല മനുഷ്യനെ. അയാൾക്ക് ആരെയും പേടിയില്ല, പക്ഷേ എല്ലാവരോടും സ്നേഹവുമാണ്. അയാളോടാണ് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പോവുക. അങ്ങനെ സാമിന് ഒരു രോഗം ബാധിച്ചു. അതോടെ അതിനൊരു മരുന്നുണ്ടായിരുന്നു, അതും പെട്ടെന്നൊന്നും കിട്ടാത്ത ഒരു മരുന്ന്. അതാണെങ്കിൽ ഫെഡ്രയുടെ കയ്യിലും. അതോടെ അതെനിക്ക് കിട്ടണമെങ്കിൽ ആ മനുഷ്യനെ ഫെഡ്രയുടെ അടുത്തേക്ക് എത്തിക്കണമായിരുന്നു. അതോടെ ഞാൻ അയാളെ ചതിച്ച് ഫെഡ്രയുടെ അടുത്തേക്ക് എത്തിച്ചു. അതോടെ അവരവനെ കൊല്ലുകയും ചെയ്തു. അയാൾ ഈ സിറ്റിയിലെ വിപ്ലവകാരിയായ ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ സഹോദരിയാണ് കാത്തറിൻ. അങ്ങനെയാണ് കാത്തറിൻ എന്നെ തപ്പി നടക്കാൻ തുടങ്ങിയത് എന്ന് ഹെൻറി പറയുമ്പോൾ ജോയൽ പോകാമെന്ന് പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് കാത്തറിനെയാണ്. കാത്തറിൻ അവളുടെ സഹോദരനെ ആലോചിച്ച് വിഷമിക്കുമ്പോൾ ഒരുത്തൻ അങ്ങോട്ടേക്ക് വരികയും അതോടെ കാത്തറിൻ ഹെൻറിയെ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ കണ്ടിട്ടില്ല എന്ന് പറയുകയും അതോടെ അവളെ വിഷമത്തോടെ അവളുടെ ചേട്ടനെ പറ്റി പറയാൻ തുടങ്ങുന്നു. എന്റെ ചേട്ടനെ മരിക്കും മുന്നേ ഞാൻ ജയിലിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോഴും എന്റെ ചേട്ടൻ പറഞ്ഞത് ഇതിന്റെ പേരിൽ ഹെൻറിയെ നീ കൊല്ലരുത് എന്നാണ്. പക്ഷേ എന്തിനാണ് അത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ ഹെൻറിക്ക് മാപ്പില്ല, അവരെ ഞാൻ എന്തായാലും കൊല്ലുമെന്ന് കാത്തറിൻ പറയുന്നു. ശേഷം കാണിക്കുന്നത് ജോയലും കൂടെയുള്ളവരും ടണലിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നതാണ്. അവരിപ്പോൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ കുറച്ചുകൂടെ നടന്നാൽ അവർക്ക് പുറത്തേക്ക് കിടക്കാം. അതോടെ അവർ സന്തോഷത്തോടെ നടക്കുമ്പോൾ ആരോ അവർക്കിട്ട് വെടിവെക്കുകയും അതോടെ അവർ അവിടെ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ശേഷം ജോയൽ വെടി എവിടെ നിന്നാണ് വെക്കുന്നതെന്ന് കാണുന്നുണ്ട്. അതോടെ ജോയൽ ഞാൻ അയാളെ കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ എവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ എല്ലി പറയുകയും അതോടെ എനിക്കൊന്നും പറ്റില്ല, കാരണം അയാൾക്ക് തീരെ വെടിവെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ജോയൽ അവിടെ നിന്നും ഓടാൻ തുടങ്ങുകയും ഇതിനിടെ അയാൾ വെടിവെക്കുന്നുണ്ടെങ്കിലും ജോയൽ കഷ്ടിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും അവിടെ നിന്നും ഓടി ഓടി വീട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു. ശേഷം ജോയൽ പതിയെ മുകളിലേക്ക് കയറുമ്പോൾ വീണ്ടും വെടിവെച്ച് കേൾക്കുകയും അതോടെ ജോയൽ തോക്കുമെടുത്ത് ആ റൂമിലേക്ക് കയറുകയും ഇതിനിടെ നോക്കുമ്പോൾ അതൊരു അപ്പൂപ്പനാണ്. അതോടെ അപ്പൂപ്പ ഗണ്ണ് താഴെ ഇട് എന്ന് ജോയൽ പറയുമ്പോൾ അപ്പൂപ്പൻ അതൊന്നും കേൾക്കുന്നില്ല. അതോടെ ജോയൽ അയാളെ വെടിവെക്കുന്ന സൗണ്ട് എല്ലി കേൾക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ജോയൽ അപ്പൂപ്പന്റെ ഗണ്ണൊക്കെ എടുത്ത് ലോഡാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാക്കി ടോക്കിൽ നിന്ന് ആന്റണി ഞങ്ങളിപ്പോ അവിടേക്ക് എത്തും എന്ന് കാത്തറിൻ പറയുകയും അതോടെ ജോയൽ അത് കേട്ട് ഓടാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവർ കേൾക്കുന്നില്ല. എന്നാൽ ഇതിനിടെ ദൂരെ നിന്നും വണ്ടി വരുന്നത് സാം കാണുകയും ഇതിനിടെ വണ്ടിയൊക്കെ ഇടിച്ചു പൊളിച്ചു വരുമ്പോൾ അവരവിടെ നിന്ന് ഓടുകയും ഇതിനിടെ ഒരു വണ്ടി എല്ലിക്ക് നേരെ വന്നതും ജോയൽ ഡ്രൈവറെ വെടിവെച്ചങ്ങ് പൊട്ടിക്കുകയും അതോടെ കൺട്രോൾ പോയി ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ വലിയ തീപിടുത്തം ഉണ്ടായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കാത്തറിനും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലിയും ഹെൻറിയും ഒക്കെ ഒരു വണ്ടിക്ക് പുറകിലാണ് ഒളിച്ചു നിൽക്കുന്നത്. എന്നാൽ ഇതിനിടെയാണെങ്കിൽ കാത്തറിൻ അങ്ങോട്ടേക്ക് നടന്നു വരികയും ഹെൻറിയോട് പുറത്തേക്ക് വരാൻ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ പുറത്തേക്ക് വരാം, പക്ഷെ കുട്ടികളെ വെറുതെ വിടണമെന്ന് ഹെൻറി പറയുമ്പോൾ വെറുതെ വിടില്ല എന്ന് കാത്തറിൻ പറയുകയും ഇതിനിടെ അവർ കുട്ടികളല്ലേ എന്നൊക്കെ ഹെൻറി പറയുമ്പോൾ കുട്ടികളും ഏതായാലും ഒരു ദിവസം മരിക്കും, ഇനിയിപ്പോ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ലോകത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ പുറത്തേക്ക് പോവുകയാണ്, അപ്പോ ആ സമയം നീ ഇവനെയും കൂട്ടി ഓടണമെന്ന് എല്ലിയോട് പറയുകയും ഇതിനിടെ എല്ലി സങ്കടത്തോടെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ ഹെൻറി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയും ഇതിനിടെ അവനെ കാത്തറിൻ വെടിവെക്കാൻ പോയതും നേരത്തെ ഇടിച്ച വണ്ടി ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോവുകയും ഇതിനിടെ സോംബീസിന്റെ സൗണ്ട് കേട്ട് കൂടെയുള്ളവർ എല്ലാവരും റെഡിയാവുമ്പോൾ ഒരുമിച്ച് സോംബീസ് ഒക്കെ മുകളിലേക്ക് കയറി വരികയും അതോടെ അവിടെ വലിയൊരു വെടിവെപ്പ് നടക്കുകയും ചെയ്യുന്നു. ഇതിനിടെ സാം പിള്ളേരുടെ അടുത്തേക്ക് പോവുകയും ഇതിനിടെ അവരുടെ നേർക്കും സോംബി വരുമ്പോൾ ജോയൽ അതിനെ വെടിവെച്ചങ്ങിടുകയും അതോടെ അവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ആണെങ്കിൽ എല്ലി അവിടെ വീഴുകയും ഇതിനിടെ എല്ലിക്ക് നേരെ വരുന്ന സോംബീസിനെയൊക്കെ ജോയൽ വെടിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ തൊട്ടടുത്തുള്ള വണ്ടിയിലേക്ക്
മുകളിലേക്ക് കയറുകയും ഇതിനിടെ കാത്തറിനെ കൂടെയുള്ളവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ സോംബിയുടെ ശബ്ദം കേൾക്കുകയും ഇതിനിടെ ഫംഗസ് പടർന്ന് വലുതായ സോംബി അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടെ അവനെ കണ്ടതും കൂടെയുള്ളവൻ കാത്തറിനോട് ഓടാൻ പറയുകയും ഇതിനിടെ കാത്തറിൻ ഓടുമ്പോൾ വലിയ സോംബി അവന്റെ തലയും ഉടലും വേറെ വേറെ അങ്ങ് പറിച്ചു കളയുന്നു. എന്നാൽ ഇതേ സമയം എല്ലി ആണെങ്കിൽ വണ്ടിയിൽ ഇരിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു സോംബി അവളുടെ നേർക്ക് വരികയും ഇതിനിടെ ജോയൽ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കൊള്ളാത്തതുകൊണ്ട് വണ്ടിക്കുള്ളിലേക്ക് കയറി ആക്രമിക്കാൻ വരുമ്പോൾ അവൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവൾ നോക്കുമ്പോൾ വണ്ടിക്കടിയിലുള്ള സാമിനെയും ഹെൻറിയെയും സോംബികൾ ആക്രമിക്കാൻ നോക്കുകയാണ്. അതോടെ അവൾ അവരുടെ നേർക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ നേർക്ക് വരുന്ന എല്ലാ സോംബീസിനെയും ജോയൽ വെടിവെച്ചിടുകയും ഇതിനിടെ അവരുടെ അടുത്തെത്തി അവിടെയുള്ള സോംബികളെയൊക്കെ എല്ലി കുത്തിക്കൊല്ലുകയും ശേഷം അവരെ പുറത്തേക്ക് ഇറക്കി അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ജോയലും വീടിന്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം എല്ലിയും കൂട്ടരും വീടിന്റെ അടുത്തെത്തുമ്പോൾ കാത്തറിൻ അവരുടെ നേർക്ക് ഗണ്ണ് ചൂണ്ടുകയും ഇതിനിടെ അവൾ വെടിവെക്കാൻ പോയതും ഒരു കുട്ടി സോംബി വന്ന് അവളെ ആക്രമിച്ചങ്ങ് കൊല്ലുന്നു. അതോടെ ജോയൽ താഴെ എത്തുകയും ഇതിനിടെ അവർ ഓടിപ്പോവുകയും ചെയ്യുന്നു. അതോടെ ആ സിറ്റിയിലെ മുഴുവൻ ആൾക്കാരെയും സോംബികൾ ഓടിച്ചിട്ട് കടിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ദൂരെ ഒരു വീട്ടിലിരിക്കുന്ന ഹെൻറിയെയും ജോയലിനെയുമാണ്. ഇതിനിടെ ഹെൻറി നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടെപ്പോഴോ മരിച്ചേനെന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറയുമ്പോൾ താങ്ക്സ് ഒന്നും വേണ്ട എന്ന് ജോയൽ പറയുകയും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം എല്ലിയും സാമും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാം എന്നെ സോംബി കടിച്ചിട്ടുണ്ടെന്ന് അവന്റെ സ്ലേറ്റിൽ എഴുതുകയും ഇതിനിടെ എല്ലി അവളുടെ കൈ മുറിച്ച് ബ്ലഡ് ആ മുറിവിൽ ആക്കി കൊടുക്കുകയും നിനക്കൊന്നും വരില്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും അവർ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. എല്ലി രാവിലെ ഉറക്കമെണീറ്റ് സാമിനെ നോക്കുമ്പോൾ അവൻ ബെഡിൽ കിടക്കുകയാണ്. അതോടെ എല്ലി അവനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയും അവളുടെ ബ്ലഡ് അവന്റെ മുറിവിൽ ആക്കിയതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആയില്ല എന്ന് കരുതി അവനെ പോയി വിളിക്കുമ്പോൾ സോംബിയായ സാം അവളെ ആക്രമിക്കാൻ തുടങ്ങുകയും ഇതിനിടെ അവൾ അലറുന്ന ശബ്ദം കേട്ട് ജോയൽ എണീക്കുകയും ഗണ്ണെടുക്കാൻ നോക്കുമ്പോൾ ഹെൻറി അത് തട്ടിയെടുക്കുകയും ശേഷം ജോയൽ സാമിനെ പിടിച്ചു മാറ്റാൻ പോവാൻ നോക്കുമ്പോൾ ഹെൻറി നിലത്തേക്ക് വെടിവെക്കുകയും സാമിനെ ഒന്നും ചെയ്യരുതെന്ന് ഹെൻറി പറയുകയും ഇതിനിടെ എല്ലിയെ സാം കടിക്കാൻ പോയതും ഹെൻറി സാമിനെ വെടിവെച്ചങ്ങ് കൊല്ലുന്നു. അതോടെ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് സാമിന് വട്ടുപിടിക്കുകയും സ്വയം വെടിവെച്ചങ്ങ് മരിക്കുകയും ചെയ്യുന്നു. അതോടെ ഇതൊക്കെ കണ്ട് എല്ലിക്കും ജോയലിനും സങ്കടമാവുന്നു. ശേഷം അവരെ രണ്ടുപേരെയും അവിടെ കുഴിച്ചിടുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതോടെ ഈ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും കമന്റ് ചെയ്യുക. അപ്പോൾ 6ാമത്തെ എപ്പിസോഡുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം RN.